സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാം, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പലതുകൊണ്ടും പ്രസിദ്ധമായ ഒരു വേദഭാഗമാണ് ഇത്. ആത്മീയമായി അനുഭവമില്ലാത്ത ആളുകൾക്ക് പോലും ഈ വേദഭാഗവും ഇതുപോലെ ചില വേദഭാഗങ്ങളും അറിയാം. എന്നാൽ അവരത് അറിയേണ്ട പോലെയല്ല അറിഞ്ഞു വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇവിടെ കൊണ്ട് നിർത്തിയ സ്ത്രീ മഗ്ദലക്കാരത്തി മറിയാണെന്നൊക്കെ വലിയ അറിവുള്ള ആളുകൾ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. മഗ്ദല മറിയം എന്നൊരു കവിത തന്നെ വലിയ പ്രസിദ്ധമായി മലയാള സാഹിത്യത്തിൽ സ്ഥാനം പിടിച്ചു. കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഉണ്ടായിരുന്നു. ഒറ്റ നാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോലെയാണ്. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം വെടിഞ്ഞു നീ, ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നു. അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നൊക്കെ പറഞ്ഞുള്ള കവിത വളരെ മനോഹരമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആള് ആ പുള്ളിക്കാരത്തിയാകാൻ സാധ്യത വളരെ കുറവാണ്. അതിന് വേദപുസ്തകമായിട്ട് പരിചയമുണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലാവുകയാണ്. മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 7 ഭൂതം ബാധിച്ച ആളാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനെയൊരു കേസിൽ പിടിക്കാൻ പ്രയാസം. ക്ഷമിക്കണം. അപ്പോ ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിയേണ്ട പോലെയല്ല അറിഞ്ഞില്ല. അവിടെ തന്നെ ഒരു തിരുത്തൽ പൊതുലോകത്തോട് പറയട്ടെ. ഇത് അനേക ആയിരങ്ങൾ കേൾക്കുന്ന ഒരു സന്ദേശമാണല്ലോ. വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും ഊഹിക്കരുത്, ഗ്രഹിക്കണം. തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ അറിയാമെന്ന് ധരിക്കുകയും ചെയ്യും, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ രാജ്യത്തെ മറ്റൊരു വലിയ പണ്ഡിതൻ, പേര് പറയുന്നത് മോശമല്ലേ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന, ഞാനും ഒക്കെ ബഹുമാനിക്കുന്ന വലിയൊരു പണ്ഡിതൻ യേശു കർത്താവിനെ ജീവചരിത്രം എഴുതി. അദ്ദേഹം എഴുതി വന്നപ്പോൾ അബിയാക്കൂർ എന്ന സ്ഥലത്ത് സക്കരിയാവ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ അങ്ങനെ തോന്നും, ചെറുവക്കലിൽ, പെരുമ്പാവൂരിൽ എന്നൊക്കെ പറയുന്ന പോലെ അബിയാക്കൂറിൽ എന്നാണ് ലൂക്കോസ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അത് വേദപുസ്തക പഠനമുണ്ടോ അവർക്കറിയാം, അബിയാക്കൂർ ഒരു സ്ഥലമല്ല, അതൊരു കൂറാണ്, അഥവാ അതൊരു ക്രമമാണ്. ഇതുപോലെ തന്നെ വേദപുസ്തകത്തിലെ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കി അത് അടിച്ചുവിടുന്ന ആളുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളാകരുത്. കാര്യം ഗ്രഹിക്കണം. അവനവന്റെ വിശ്വാസം അവനവനെ പൊറപ്പിക്കും എന്ന വാക്യം ബൈബിളിൽ ഇല്ല. ഇപ്പോഴും അതില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരെങ്ങനെയോ അത് ഗ്രഹിച്ചു, പക്ഷെ ബൈബിൾ അവർ വായിച്ചിട്ടില്ല. താൻ പാതി ദൈവം പാതി എന്നൊരു വാക്യം ബൈബിളിലില്ല. പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അങ്ങനെയല്ലേ യേശു പറഞ്ഞെന്നാ ചോദിക്കുന്നത്. പക്ഷേ അവർക്കത് എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്കൊരു ശരിയായ ഉത്തരം കിട്ടുന്നില്ല. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്നുള്ള വചനമായിരിക്കാം ഇങ്ങനെ വളച്ചൊടിച്ചത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വാക്യമായിരിക്കും അവനവന്റെ വിശ്വാസം അവനവനെ പൊറപ്പിക്കും എന്നാക്കിയത്. ഏതായാലും എവിടുന്നോ ഒരല്പം കേട്ടേച്ച് ബൈബിളിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ വായിച്ച് ഗ്രഹിക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ഈ വിധത്തിൽ പ്രസിദ്ധമാണെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള വചനമാണ്. ഈ വചനം പൊതുവെ എല്ലാവർക്കും അറിയാം. ഇതിനകത്തെ കർത്താവ് പറഞ്ഞ വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ എറിയട്ടെ എന്ന വാക്ക് എല്ലാ സ്ഥലത്തും അസംബ്ലിയിലൊക്കെ ഉപയോഗിക്കുന്നത് TV-യിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അഴിമതിയെ ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് പാപമില്ലാത്തവർ എറിയട്ടെ ഇങ്ങനെ. അപ്പോൾ
തെറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന ഈ വേദഭാഗത്ത് നിന്ന് ചില ആത്മീയ ചിന്തകൾ ഇവിടെ കൂടി വന്ന വിശുദ്ധന്മാരോടും ഇന്നും നാളെയും എന്നും ഈ സന്ദേശം DVD-യിലൂടെ ശ്രവിക്കുന്നവർക്ക് വേണ്ടിയും ആത്മീയ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഏറ്റവും പ്രധാനമായി 2 സന്ദേശമാണ് ഈ ഭാഗത്തു നിന്ന് പറയുവാനുള്ളത്. ഒന്ന്, യേശു നൽകുന്ന പാപമോചനം. 2, യേശു നൽകുന്ന വിശുദ്ധ ജീവിതം. ഈ 2 കാര്യമാണ് പറയാനുള്ളത്. എങ്കിലും വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് കൂടി ചിന്തിക്കാനുള്ള ഒരു സൗകര്യത്തെ ഒരുക്കി തന്നു. എത്രയോ അധ്വാനവും പണവും ഇതിന്റെ പുറകിലുണ്ട്. എത്ര ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തതാണ്. എത്ര ആളുകളുടെ അധ്വാനം ഇതിന്റെ പുറകിലുണ്ട്. ഇതെല്ലാം കൂടെ നാളെ കൊണ്ട് തീരുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ചെലവിന്റെ 1/7 ഇന്ന് രാത്രി മുടക്കല്ലേ? അപ്പൊ അത് നമുക്ക് മുതലാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനും എല്ലാ കാലവും ഓർത്തിരിക്കാനും കഴിയുന്ന സുപ്രധാനമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമതായി, യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠനാക്കി കാണിക്കുന്ന ഒരു സംഭവമാണിത്. യേശു ക്രിസ്തുവിന്റെ വ്യക്തിത്വം അതിശക്തമായി ഉയർത്തപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. യേശുവിനെ മറ്റ് ദേവന്മാരിൽ ഒരുവനെ പോലെയോ ഗുരുക്കന്മാരിൽ ഒരുവനെ പോലെയോ അധ്യക്ഷന്മാരിൽ ഒരുവനെ പോലെയോ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെയോ കാണുന്നത് അപരാധമാണ്. യെശയ്യാവിനെ പോലെയോ യിരെമ്യാവിനെ പോലെയോ ഏലിയാവിനെ പോലെയോ അവനെ കാണുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവൻ അതുല്യനാണ്. അവന് തുല്യനൊരാളില്ല. അതുകൊണ്ടാണ് ഈ ചാടുന്നത്, അതുകൊണ്ടാണ് ഈ പാടുന്നത്, അതുകൊണ്ടാണ് ഈ ഉറക്കം പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സന്തോഷിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം ഇതിനു വേണ്ടി മുടക്കുന്നത്. ശരീരവും മനസ്സും പണവും ഒക്കെ ഇതിനു വേണ്ടി മുടക്കുന്നത്. അവനൊപ്പം പറയാനൊരാളില്ല. അവനെ പോലെ ആരാധ്യരാരുമില്ല. അവൻ 10,000-ങ്ങളിൽ സുന്ദരനാണ്. ഇത് വെറുതെ പറയുകയാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ അതുല്യനാണോ? നിങ്ങളുടെ അനുഭവത്തിൽ അവൻ നിസ്തുലനാണോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവനെ പോലെ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മതങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവനെ പോലെ ഒരുവനെ? ഞാൻ ചോദിക്കുന്നു, ഇവൻ ജനിച്ചതുപോലെ ജനിച്ച ഒരുവനുണ്ടോ? ഇവൻ ജീവിച്ചതുപോലെ ജീവിച്ച ഒരുവനുണ്ടോ? ഇവൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരുവനുണ്ടോ? ഇവൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ച ഒരുവനുണ്ടോ? ഇവൻ പീഡിപ്പിക്കപ്പെട്ടവരെ പീഡിപ്പിക്കപ്പെട്ട ആരെങ്കിലുമുണ്ടോ? ഇവനെ വിസ്തരിച്ചതുപോലെ ആരെങ്കിലും വിസ്തരിച്ചിട്ടുണ്ടോ? ഇവനെ വിധിച്ചതുപോലെ ആരെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ഇവൻ മരിച്ചതുപോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇവൻ ഉയർത്തതുപോലെ ആരെങ്കിലും ഉയർത്തിട്ടുണ്ടോ? ഇവൻ മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവന് തുല്യനൊരാളില്ലെന്ന്. ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്ന യൗവനക്കാരാ, ഇവന് തുല്യനൊരാളില്ല. അതുകൊണ്ട് ഇവനെ പ്രസംഗിക്കുന്നത് നല്ലതാണ്. ഇവന് വേണ്ടി മരിക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി മുടക്കുന്നത് ലാഭമാണ്. ഇവന് വേണ്ടി അവമാനം സഹിക്കുന്നത് ലാഭമാണ്. അവന് തുല്യൻ അവൻ മാത്രം. ജനങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഇത് സത്യസന്ധമായും നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ചർച്ച ചെയ്യണം. വീട്ടിലെത്തുമ്പോൾ 10 മണിയാവുന്ന കുട്ടിക്കോ, ചിലർ 11 ആകുമ്പോഴേക്കും എത്തുമല്ലോ. അതൊന്നും ഒരു വലിയ വൈകുന്നൊന്നും പറയണ്ട. 11 മുതൽ 11 വരെ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം.